പ്രാണികളെ ഉള്ള എല്ലാ പക്ഷികളും ഇത് കാണേണ്ടതാണ്. കാരണം ഇതാണ് മെഗാ റാമ്പ് എന്ന് പറഞ്ഞൊരു മെഗാ റേസ്. നിങ്ങൾക്ക് ഇതുവരെ ഇവിടെ കാണാൻ പറ്റത്തില്ല. കാരണം ഇതിൽ പങ്കെടുക്കുന്നത് മറ്റാരുമല്ല, നമ്മുടെ കണ്ണൻ ബ്രോയും നമ്മുടെ ക്യാപ്റ്റൻ മസിലുമാണ്. ഈ ക്യാപ്റ്റൻ മസിൽ നമുക്ക് മസിലെന്ന് വിളിക്കാം തൽക്കാലം. അപ്പോൾ അവർ കണ്ണൻ ബ്രോയും മസിലും കൂടെ ഫൈറ്റിലാണ്. അവർക്കൊരു ബുഗാട്ടി ജീവാഗന് കിട്ടി. ഗോൾഡ് ജീവാഗനും ബുഗാട്ടിയും മസിലറിന് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ കണ്ണൻ ബ്രോ വിട്ടു കൊടുക്കുക, പുള്ളിക്കാരനും പറഞ്ഞ് വേണമെന്ന്. അപ്പോൾ ഇവർ രണ്ടുപേരും നോക്കിയാണ് ഫസ്റ്റ് പ്രൈസ് ആരാണ്, അവർക്ക് ഈ ഗോൾഡൻ ജീവാഗനും ബുഗാട്ടിയും കിട്ടും. ആരാണ് സെക്കൻഡ് ആകണത് അവർ ഈ നഗരത്തിൽ നിന്ന് വിട്ടുപോകണം. ഇതാണിപ്പോൾ ചലഞ്ച്. അപ്പോൾ രണ്ടുപേരും അപ്സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ പിന്നെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ കണ്ണൻ ബ്രോ എടുത്തിട്ട് വന്നേക്കണത് മറ്റൊന്നുമല്ല, നമ്മുടെ ടാർസൻ കാറാണ്. അപ്പോൾ നമ്മുടെ കേരള ബ്രോയുവാ നമ്മുടെ ഇതാ ബൈക്കും. നിങ്ങൾക്കിത് കാണുമായിരിക്കും. ഇപ്പോൾ ഈ ബൈക്ക് പൊളിയാണ്. കാരണം ഇത് കവാസക്കി സെലക്ഷൻ്റെ ബൈക്കാണ്. ഷോക്ക് അപ്സറൊക്കെ ഉള്ള ഒരു അടിപൊളി ബൈക്കാണ്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നതിനേക്കാളും നല്ലതല്ലേ സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ കണ്ണൻ ബ്രോ ആണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇതാ കണ്ണൻ ബ്രോ ഫോണൊക്കെ എടുത്ത് എന്തൊക്കെയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതാ കണ്ണൻ ബ്രോ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇതിൽ ആരാണ് പുറത്ത് പോകുന്നത് അവർ തോക്കും. പിന്നെ ആരാണ് നമുക്ക് ഇഷ്ടമുള്ള വണ്ടി എടുക്കുക, ആരാണ് പുറത്ത് പോകാത്ത അവർ ജയിക്കും. നമ്മുടെ കണ്ണൻ ബ്രോ എന്തൊക്കെയോ ചെയ്യാനുണ്ട്. മച്ചാമ്പരയിലും മെഗാറാം ചാടിക്കണം കേട്ടാ, ചാടിച്ചിട്ടില്ലെങ്കിൽ പണിയാവും. അപ്പോൾ നമ്മുടെ കണ്ണൻ ബ്രോ എന്തൊക്കെയോ ചെയ്ത് ചാടിക്കാൻ നോക്കിയാണ്. പക്ഷെ ഒരു മെഗാറാമ്പ് ചാടിക്കാത്തതുകൊണ്ട് അയാൾക്ക് ഫസ്റ്റ് തരണം കിട്ടത്തില്ലെന്നാണ് തോന്നുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. മച്ചന്മാരെ കണ്ണൻ ബ്രോ എന്തു പൊന്നു മച്ചന്മാരെ, ഇത് പണിയായി. ചാടിച്ചോ? ഓ പോയി മച്ചാരെ, കണ്ണൻ ബ്രോ പോയി. മച്ചന്മാരെ കണ്ണൻ ബ്രോ ഔട്ടായിരിക്കുന്നു. അടുത്ത് നമ്മുടെ മസ്ലറായിരുന്നു. പ്രേക്ഷകരെ കാണികൾ എല്ലാവരും ക്ഷമിക്കണം, മസ്ലറാണ് ഔട്ടായിരിക്കുന്നത്. കണ്ണൻ ബ്രോ ഇപ്പോഴും ഒരു കുഴപ്പമില്ലാണ്ട് അവിടെ നിൽപ്പുണ്ട്. നമുക്ക് കണ്ണൻ ബ്രോയോട് ചോദിച്ചു നോക്കാം ഇത് എത്ര പണിയായിരിക്കുമെന്ന്. പുള്ളിക്കാരൻ കുറേ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ മസ്ലറിന് കുഴപ്പമൊന്നുമില്ല. കണ്ണൻ ബ്രോയുടെ എടുത്തിട്ട് പോവാം. എൻ്റെ പൊന്നു, അവൻ്റെ അവസ്ഥ ഉണ്ടാകും. തെറിച്ചു പോയി. ഞാൻ തെറിച്ചു പോയിരുന്നാ മതിയായിരുന്നു. തെറിച്ചു പോയിട്ടില്ലെങ്കിൽ ഒക്കെ ആയിരിക്കും, തെറിച്ചു പോയ പണിയായിരിക്കും. മച്ചാമ്പോൾ നമ്മുടെ കണ്ണൻ ബ്രോ നമ്മൾ ബ്ലാക്ക് ടാർസൻ കാറൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. പുള്ളിക്കാരൻ എന്താ ചെയ്യണമെന്ന് നോക്കാം. റാമ്പ് എങ്ങനെയെങ്കിലും ചാടിച്ചാൽ മതിയെന്ന് അവർ പറഞ്ഞേക്കണത്. ഇത് ചാടിക്കില്ലെന്ന് അറിയത്തില്ല. മച്ചാന്മാരെ നമ്മുടെ കണ്ണൻ ബ്രോ ആരാ പോൻ നൈസായിട്ട് അങ്ങോട്ട് ചാടിച്ചിട്ടുണ്ട്. പുള്ളിക്കാരൻ മറ്റേ എക്സ്ട്രീം സ്പീഡൊന്നും എടുക്കണില്ല, അത് നോർമൽ സ്പീഡാണ്. പക്ഷേ നിർത്തി ഇതൊക്കെ ആയിട്ടാണ് പോണത്. കാരണം ഈ പുള്ളിക്കാരൻ ജീവനെ കൊതിയുണ്ട്. കൈകാർ പണിഞ്ഞ് ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ടാർസൻകാർ ഒന്നും കിട്ടത്തില്ലെന്നാണ് പുള്ളിക്കാരൻ പറയണത്. ടാർസൻകാർ പോവുകയും ചെയ്യും, ജീവാഗനൊന്നും കിട്ടത്തില്ല. ഇപ്പം ടാർസൻകാർ പോയ ചേരെ മോണറ്റൊക്കെ പറന്നു പോവുകയാണ്. പക്ഷേ പുള്ളിക്കാരൻ പറഞ്ഞാൽ അടുത്ത റാമ്പ് എന്താ വരാത്തന്നോ. യു പഞ്ചാര ഒന്നും പറ്റിയിട്ടില്ല, ജസ്റ്റ് ഇതൊക്കെയാണ് പുള്ളിക്കാരൻ ചെയ്യണം. നല്ല പണിയാന്ന് പറയണത്. നിങ്ങളിതാ കാണുക പ്രേക്ഷകരെ, നിങ്ങളിപ്പോൾ കണ്ടത് സ്വപ്നമല്ല, സത്യമാണ്. ഇതൊക്കെ പുല്ലെന്നും പറഞ്ഞതാ നമ്മുടെ കണ്ണമ്പ്രോ ചാടിച്ച് വാർത്തയാണ്. മച്ചമ്മൻ്റെ കണ്ണമ്പ്രോ ഇത് തീർക്കുമോ നമുക്ക് കണ്ടു തന്നെ അറിയാം. മച്ചന്മാരെ മച്ചന്മാരെ തീർത്തിരിക്കുന്നു. നിങ്ങളിതാ കാണുക, പ്രാണിയും പ്രേക്ഷകരും എല്ലാവരും കാണുക. ഇവിടെ കണ്ണൻ ബ്രോ നമ്മുടെ ടാർസൻകാരും എല്ലാം എടുത്തിട്ട് തീർത്തിരിക്കുകയാണ്. ഇങ്ങനെ കണ്ണൻ ബ്രോക്ക് ജീവാഗനും അതും കിട്ടി. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ജീവാഗനും ബുഗാട്ടി എവിടെ കിടക്കണത്? സോറി, അത് മണ്ടയിലെപ്പി. എനിക്കും ഇനി മണ്ടേ കയറട്ടെ, മര്യാദ വരുത്തില്ലോ. സോറി, ഞാൻ എടുത്തിട്ട് വരാം. മച്ചാന്മാരെ ഒടുവിൽ നമ്മൾ നമ്മുടെ ജീവാഗൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അയാൾ ജീവാഗനൊക്കെ എടുത്തിങ്ങോട്ട് തന്ന് അത് നമ്മളിങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇനി ആ ബുഗാട്ടിയാണ് കൊണ്ടുവന്നേക്കുമെന്നാണ് പറഞ്ഞത്. കൊണ്ടുവരുമെന്ന് ആർക്കറിയാം.